പ്രിയൻ പറഞ്ഞ് ഫുട്ബോളിലേ നിന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഫുട്ബോളിൽ നിന്ന് നമ്മളങ്ങ് പിന്നെ കാണിച്ചത് എന്റെ പഴയ ബസ്സും പഴയ ബസ്സും ഇപ്പോഴത്തെ പുതിയ ബസ്സും പഴയ ഓർമ്മകൾ. തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. ബസ്സിൽ കയറുമ്പോൾ ഈ പഴയ കോളേജ് വിദ്യാഭ്യാസ കാലൊക്കെ ഓർമ്മ അല്ലാതെ ബസ് കാണുമ്പോൾ തന്നെ. ചേട്ടാ ഇവിടെ ഏതാണ്ട് മുടവമോൾ ബസ്സാണ്. അതിന് മുമ്പ് ഇന്നൊരു ഫോട്ടോ എടുത്തിട്ട് ചേട്ടനെ ഫുട്ബോളിൽ നിൽക്കുന്നതാണ്. പ്രിയം പറയുന്നത് പണ്ട് ഫുട്ബോളിൽ നിന്നാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫുട്ബോളിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ട് നമുക്ക് ഈ വണ്ടിയിൽ ഇതെന്താ ഇതൊരു ഓർമ്മ എക്സ്പ്രസ് എന്നൊരു പരിപാടിയാണ്. അവർ KSRTC പ്രൊമോഷന് വേണ്ടിയിട്ട് പഴയ വണ്ടി എടുത്തുകൊണ്ട് കേട്ടോ. ഒരു വണ്ടി പഴയതുണ്ടായിരുന്നു, അതാണ് നമ്മളിവിടെ എത്തിച്ചത്. തൂങ്ങി പോയിട്ടുള്ളൂ എന്ന് പ്രിയദർശൻ പറയുന്നുണ്ടെന്നല്ലേ. പ്രിയൻ പറഞ്ഞ് ഫുട്ബോളിലേ നിന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഫുട്ബോളിൽ നിന്ന് നമ്മളങ്ങ് തുടങ്ങാം. ആൾക്കാർ കയറുന്ന ബസ്സല്ലേ. പിന്നെ കാണിച്ചത് എന്റെ പഴയ ബസ്സും പുതിയ ബസ്സും. പഴയ ബസ്സും ഇപ്പോഴത്തെ പുതിയ ബസ്സും പഴയ ഓർമ്മകൾ. തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. പഠിക്കുന്ന സമയത്തൊക്കെ ആണ് കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഇത്തരം ബസ്സുകളൊന്നും ഇല്ല. ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് ആയതുകൊണ്ട് പറയല്ല, KSRTCക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം. നല്ല ബസ്സുകൾ, നല്ല സഞ്ചാര റോഡുകൾ, നല്ല സർവീസുകൾ എല്ലാം ചെയ്താൽ ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മേജർ ഒരു കാര്യമാണ്. ഒരു നാടിൻ്റെ ട്രാൻസ്പോർട്ട് നന്നാക്കാൻ സാധിച്ചാൽ ആ നാട് വളരെയധികം ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. എല്ലാവിധ ആശംസകളും. ബസ്സിൽ യാത്ര കയറി സഞ്ചരിക്കണം ആഗ്രഹം. ബസ്സിൽ കയറുമ്പോൾ ഈ പഴയ കോളേജ് വിദ്യാഭ്യാസ കാലൊക്കെ ഓർമ്മ അല്ലാതെ ബസ് കാണുമ്പോൾ തന്നെ